നമ്മളിപ്പോ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. എനിക്കൊന്നൊരു 5-6 മാസത്തോളം ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഓണമൊക്കെ അല്ലേ, അപ്പൊ ഞാൻ കരുതി അത് കുറച്ചധികം ഓണത്തിന് പറ്റിയിട്ടുള്ള സാരീസ് വാങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സെറ്റ് സാരി ഉടുക്കാനും, സെറ്റ് സാരി എന്നല്ല, ഒരു സാരി ഉടുക്കാനും അറിയത്തില്ല. പക്ഷേ ഇപ്പൊ നമ്മൾ വാങ്ങിയ സ്ഥിതിക്ക് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടത്തില്ല. അപ്പം എല്ലാം കൂടെ ഒരൊറ്റ വീഡിയോയിൽ കാണിക്കാന്നുള്ള ഉദ്ദേശത്തിലാട്ടോ ഈ ഒരു ലോങ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഉടുത്തേക്കുന്ന രീതി ഒന്നും നിങ്ങൾ നോക്കണ്ട. പക്ഷെ നിങ്ങൾക്കൊക്കെ അത്യാവശ്യം സാരി ഉടുക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിലുള്ളതാണ്. ഒരു 300 തൊട്ടിട്ടുള്ള സാരീസ് ഉണ്ട് കേട്ടോ. ഒരു 5-6 സാരീസ് ഉണ്ട്. പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസസും ഉണ്ട് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് റേറ്റ് കുറവിനാന്നറിയാവോ, ഒത്തിരി ബ്ലൗസസ് അവൈലബിൾ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ബ്ലൗസസും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആദ്യം ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ബ്ലൗസസ് കാണിച്ചു തരാവേ. നോക്കി, ഇത്രയും ബ്ലൗസസ് ഉണ്ട്. ഇതിൽ നമുക്ക് എല്ലാ സെറ്റ് സാരിയുടെയും കൂടെ കോമൺ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലാത്തതും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഈ ഫസ്റ്റ് വണ്ണില്ലേ, ഈ ഒരു റെഡില് ഇതുപോലെ ഗോൾഡ് വന്നേക്കുന്നതാണ്. ഇതിന് എത്ര 200 അങ്ങനെ എന്തോ ഉള്ളു കേട്ടോ റേറ്റ്. പക്ഷെ കണ്ടോ, നല്ല നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതൊന്നെങ്കിൽ ഞാൻ എല്ലാം വാങ്ങിയിരുന്ന ഫ്രീ സൈസ് ഉള്ളതെങ്കിൽ എല്ലാം ഫ്രീ സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ 30 ആട്ടോ സൈസ് വാങ്ങിയിരിക്കുന്നത്. ഇതിങ്ങനെ ഇരിക്കും. സ്ലീവ് ഒക്കെ ഇത്രയാണ് വരുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് സാരിയുടെ കൂടെ മാത്രമല്ല, മറ്റേ സ്കേർട്ടിന്റെ ഒക്കെ കൂടെ പെയർ ചെയ്യുക, ഒരു ക്രോപ്പ് ടോപ്പ് ഒക്കെ പോലെ കേട്ടോ. ഇതാണ് ഫസ്റ്റ് വൺ വന്നത്. അടുത്തത് ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. അതും നല്ല ഭംഗിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ഒക്കെ ചെയ്തേക്കുന്നത് നമ്മളിപ്പോ ഒരെണ്ണം എന്തോ ആയിക്കോട്ടെ, എത്ര റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ബ്ലൗസിന്റെ തുണിയാണെന്നുണ്ടെങ്കിൽ എടുത്ത് തയ്പ്പിച്ച് വരുമ്പോൾ നല്ല എമൗണ്ട് ആവും. പക്ഷെ ഇത് നമുക്ക് ഇത്ര റെഡി ടു വെയർ ആയിട്ടുള്ള അടിപൊളി ബ്ലൗസസ് ഒക്കെ കിട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് കണ്ടോ. ഇതൊക്കെ നല്ല ഹെവി വർക്ക് ഹാൻഡിലൊക്കെ ചെയ്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കണ്ടോ. നെക്ക് പോർഷനിലൊക്കെ ഇതുണ്ടോ, ഇതുപോലെ ചെറിയൊരു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും സ്ട്രെച്ചബിൾ ആയിട്ടുള്ള, എല്ലാം ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലിൽ വരുന്നതാണ്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടുത്തത് എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഭയങ്കര, ഇപ്പോഴെന്നല്ല, ഒരു കഴിഞ്ഞ വർഷവും എപ്പോഴും കാണാം ഈ ഇങ്ങനത്തെ ബ്ലൗസസ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. ഇതുണ്ടോ, ഇതുപോലെ കോട്ടൺ മെറ്റീരിയലിൽ വരുന്നതാണ് ഇത് കണ്ടോ. ഇതിന്റെ ഫ്രണ്ടിലും അവിടെ ഇവിടെയൊക്കെ വള്ളി ഉണ്ട്. ഇവിടെ ഫ്രണ്ടിലും ഇതുപോലെ വള്ളി വരുന്നുണ്ട് കണ്ടോ. ഇത് നമ്മളിങ്ങനെ നെക്കിൻ്റെ ഇതുവഴി ഇങ്ങനെ ബാക്കിൽ കെട്ടി വെക്കുന്നതാണ്. ഇത് പാഡഡ് ആണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം എടുത്ത് നമുക്ക് മാറ്റാം കേട്ടോ. ഇതിനും ഒക്കെ റേറ്റ് കുറവാട്ടോ. ഇതൊക്കെ നമ്മൾ എന്തായാലും സ്റ്റിച്ച് ചെയ്ത് വരുമ്പം പിന്നെ ഒരു ബ്ലൗസിന്റെ അതിന്റെ തുണി തപ്പി നടക്കണം, അതിന്റെ പാറ്റേൺ കണ്ടുപിടിക്കണം, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ റെഡി ടു വെയർ ബ്ലൗസസ് എടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതുപോലെ ബ്ലാക്കിൽ പ്രിന്റ് വന്നേക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ബാക്കിലും വള്ളി വരുന്നുണ്ട്. ഇതുപോലെ ഹുക്കാണ് കേട്ടോ വരുന്നത്. ലൈനിങ്ങും ഉണ്ട് കേട്ടോ. അടുത്ത അതിന്റെ തന്നെ ഞാൻ സെയിം വേറൊരു കളറും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഒരു മെറൂൺ പോലത്തെ കളറ്. ഒക്കെ നല്ല ഭംഗിയായിരിക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇത് ഫ്രീ സൈസ് ആണ് വരുന്നത്, എല്ലാം ഫ്രീ സൈസ്. അതുകൊണ്ട് കണ്ടല്ലോ, എനിക്ക് അത്യാവശ്യം നല്ല വലുതാണ്. പക്ഷെ ഇതൊന്ന് ഓൾട്ടർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളൂ അടിപൊളിയായിരിക്കുവേ കേട്ടോ. ഇതാണ് സംഭവം. ഇനി അടുത്തൊരു ബ്ലൗസ് കാണിച്ചു തരാം. ഇതുപോലെ മറ്റേ വൈൻ കളറിൽ വരുന്നതാണ്. വൈൻ കളർ തന്നെയല്ലേ, നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ കാണുന്നതെന്ന് അറിയത്തില്ല. നോക്കിയേ എന്ത് ഭംഗിയെന്ന് നോക്കി. ഇവിടെ ചെയ്തേക്കുന്ന ഭയങ്കര, ഇവിടെ ഫുള്ള് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് പോയിട്ട് ആ ഹാൻഡിൽ മാത്രം ഇതുപോലെ ഉണ്ടോ വർക്ക് ചെയ്തേക്കുന്നു. നോക്ക്, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ടോ, നെക്കിലും ഇതുപോലെ ചെറിയൊരു ലേസ് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ 30 സൈസസ് ആണ്. മിക്ക അത്യാവശ്യം നല്ല റിവ്യൂസ്, ഇതിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. അടുത്തത് ഈ ഒരു ബ്ലൗസ് ആണ്. ഇതൊരു ബ്രൗൺ കളറാണ് വാങ്ങിയേക്കുന്നത്. ഇത് മറ്റേതുപോലെ തന്നെ സെയിം പ്ലെയിൻ വന്നിട്ട് ഹാൻഡിൽ വർക്ക് ചെയ്തേക്കുന്നതാണ്.
ഇതും സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. അപ്പൊ ഇത്രയും ബ്ലൗസസ് ആണ്. ഇപ്പൊ ബ്ലൗസസ് ഇത്രയും ബ്ലൗസസ് ആണ്. ഇനി സാരി ഇതാട്ടോ ഫസ്റ്റ്. ഈ ഒരു സാരി ഇതാ ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടിങ് ഒരു 300 റുപ്പീസ് തൊട്ടുള്ളതെന്ന് പറഞ്ഞു. ഇതിന് എത്ര 298 ഒക്കെ ആട്ടോ, അത്രയൊക്കെ റേറ്റ് വരുന്നുള്ളൂ. എനിക്ക് സാരിനെ പറ്റിയിട്ട് ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇതുപോലെ ഇതിനെന്താ പറയണേ, മുന്താണി. അവിടെ വന്നേക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ, നമ്മൾ ഉടുത്ത് ഇങ്ങനെ ഇടൂല. അപ്പൊ അവിടെ ആ പോർഷനിൽ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരി കേട്ടോ. കുറെ ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുറെ നാളായിട്ട് ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ കിടന്ന് കറങ്ങണ ഒരു സാരി കേട്ടോ. ഇതാണ് ഫസ്റ്റ് വണ്. ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇതിന്റെ ബോർഡറിൽ കൂടെ എല്ലാം ഇതുപോലെ സിൽവർ അല്ല ഗോൾഡിൽ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഉടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. മറ്റേ ഭയങ്കര കട്ടി എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതുകൊണ്ട് നമുക്ക് ഉടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, ഇതിലൂടെ ഒരു ഗോൾഡ് ലൈൻ പോയിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ വേറെ കളറും ഉണ്ട്. ഇതൊരു ഗോൾഡ് ഓഫ് വൈറ്റ് പോലത്തെ കളറാ, വേറെ കളറും ഉണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സാരി ഇതാണ്. ഇതിന് നല്ല റേറ്റ് കുറവാ കേട്ടോ. എനിക്കത് കുഴപ്പമില്ല, ഉടുക്കാനൊക്കെ ഓക്കെയാ. അടുത്തത് ഈ ഒരു സാരി കേട്ടോ. ഇതാ നോക്കൂ, എന്ത് ഭംഗിയാന്ന് നോക്കി ഈ സാരി കാണാനായിട്ട്. കണ്ടോ, എനിക്ക് ഈ ചെയ്ത ഇത് കണ്ടു, ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ്. ഇത് നമ്മൾ റെഡ് ബ്ലൗസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ ചെയ്തതെന്ന് വെച്ചാൽ അതിന്റെ കൂടെ വെയർ ചെയ്ത് അടിപൊളിയായിരിക്കും. ഞാൻ ആദ്യം കാണിച്ച റെഡ് ഇല്ല, അതിന്റെ കൂടെ ഒക്കെ കുഴപ്പമില്ല കേട്ടോ. ഇതിട്ടാൽ ഇതുപോലെ ഇവിടെ എല്ലാം ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്ക്, ഇവിടെ എല്ലാം നമ്മൾ ഇങ്ങനെ ഇടൂലേ, അവിടെ എല്ലാം ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗോൾഡും റെഡും കളറിൽ ഇതുപോലെ ഡിസൈൻ വന്നിട്ടുണ്ട്. കണ്ടോ, ഉടുത്തിട്ട് നമ്മളിങ്ങനെ വിരിച്ചൊക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ. ഇനി ഞാനത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് സാരി വരുന്നത്. കണ്ടോ, ഇതില് ഫുള്ള് ഇതുപോലെ പൂക്കളില്ല കേട്ടോ. നമ്മൾ മറ്റേ ഇങ്ങനെ ഇടൂലേ, അവിടെ ആ ഒരു പോർഷനിലാണ് ഇത്രയും പൂക്കൾ വരുന്നത്. ബാക്കിയൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇതാണ് അടുത്ത ഒരു സാരി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഈ ഒരു സാരി എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ ചെക്ക് ഇങ്ങനെ കളായിട്ട് വരുന്ന സാരി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാട്ടോ ഈ ഒരു സാരി. ഇതിനും എന്തോ 500 600 അങ്ങനെ എന്തോ റേറ്റ് വരുന്നത്. ഞാൻ എല്ലാത്തിന്റെ ലിങ്ക് ഈ വീഡിയോയിൽ തന്നെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഫോർഡബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോട്ടോ. ഇതുണ്ടോ, ഇതുപോലെ ഫുള്ള് ഇതാണ് സാരി. ഇതിലെന്തോ ഇതിന്റെ എഴുതിയിട്ടുണ്ട്. ഇതില് വിത്ത് ബ്ലൗസ് എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ, എത്ര 6.25 മീറ്റർ ഉണ്ട്. അത്യാവശ്യം നല്ല നീളം ഉണ്ട് കേട്ടോ ഈ സാരിക്ക്. ഇതില് ഫുള്ള് പ്ലെയിൻ അല്ല കേട്ടോ, ഫുൾ ഈ സെയിം ഒരു വർക്കാട്ടോ ചെയ്തേക്കുന്നത്. ഇതിന് അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു സാരിയാ. കണ്ടോ, ഇതെല്ലാം ഉടുത്തതിന്റെ വീഡിയോ ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ കൊടുക്കാട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇതാണ് നെക്സ്റ്റ് ഒരു സാരി വന്നിട്ട്. ഓക്കെ, അടുത്തത് ഭയങ്കര ഇത് ഞാൻ കുറച്ച് എന്റെ മൈക്ക് പോയി. ഈ സാരിയല്ലേ ഇപ്പൊ കാണിക്കുന്നേ, ഇത് ഞാൻ കുറച്ച് വെറൈറ്റി നോക്കി പോയതാ. വെറൈറ്റി നോക്കിയെന്ന് വെച്ചാൽ വെറൈറ്റിയിൽ ഒരുപാട് അവൈലബിൾ ആണ്, പക്ഷെ നല്ല റേറ്റ് കുറവ് നോക്കിയിട്ട് ഞാൻ പോയതാണ്. ഇത് രണ്ടും ഏകദേശം ഒരുപോലത്തെ സാരിയാണ്. ഇത് നമുക്ക് സെറ്റ് സാരി ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു സാരി ആയിട്ടും കൺസിഡർ ചെയ്യാം. ഇതാ ഇങ്ങനെ ഫുള്ള് പ്രിന്റ് വന്നേക്കുന്നതാണ്. ഇതിന്റെ ഡിസൈൻ നിങ്ങൾ മെറ്റീരിയൽ കണ്ടോ. ഇതിന്റെ മെറ്റീരിയൽ എനിക്കിങ്ങനെ സാരിനെ പറ്റി ഒത്തിരി പറയാൻ അറിയത്തില്ല കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഈ രണ്ട് സാരിയിലും ഉണ്ടല്ലോ ഇതുപോലെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ഇതിന്റെ ഒരു ബ്ലൗസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇതാണ് ബ്ലൗസ് പീസ്. ഇത്രയും ഭാഗം അവരുടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതാണ് സാരി. ഇത് ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഫുള്ളും കൂടെ ഉൾക്കൊള്ളിച്ച് കാണിക്കാൻ പറ്റുന്നില്ല, ഏകദേശം മനസ്സിലായില്ല. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ കുറച്ചൊരു ഭയങ്കര കട്ടിയുള്ള അല്ല, അങ്ങനത്തെ ടൈപ്പ് ഒരു മെറ്റീരിയൽ ആട്ടോ. പിന്നെ ഉടുത്താലും ഉടുക്കുമ്പോൾ കുറച്ച് ഉടുക്കാൻ അറിയാവുന്ന ഉടുത്ത അടിപൊളിയായിരിക്കും. ഇല്ലെങ്കിൽ ഞാനൊക്കെ ഉടുത്തിട്ടൊരു
പറ പോലെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ, ഇതാണ് ഒരു സാരി. പിന്നെ അതിന്റെ തന്നെ സെയിം വേറൊരു കളർ, എനിക്ക് ഈ കളർ കോമ്പിനേഷൻ എന്തോ ഇഷ്ടപ്പെട്ടു. പക്ഷെ വാങ്ങിയപ്പോ ഞാൻ ഓർത്തത് ഗ്രേ ആണെന്നാണ്. പക്ഷെ ഇടയ്ക്കൊക്കെ ഇത് ഒരു ഗ്രേ ഒക്കെ വരുന്നുണ്ട്. ഫുൾ ഇതുപോലെ റോസ് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട്. ഇതിന്റെ ഈ ബോർഡർ വരുന്നത് സിൽവർ എന്ന് പറയാം, സിൽവറും ഗ്രേയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറിൽ വരുന്നതാണ്. ഇതാണ് ഒരു സാരി എന്ന് പറഞ്ഞത്. ഇതിലും ഇതാ ഇങ്ങനെ തന്നെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഒരു സാരി. എന്നിട്ട് ഇങ്ങനെ നിറയെ പൂക്കളൊക്കെ ആയിട്ടുള്ള. നമുക്ക് ഓണത്തിനെന്നൊക്കെ പറയുമ്പോൾ വൺ ടൈം യൂസിനൊക്കെ ഇടാനായിട്ട് ഭയങ്കര റേറ്റ് കൊടുത്ത് സാരി വാങ്ങിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല, നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഇതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിലുള്ള. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചോട്ടോ. പിന്നെ എന്തോ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓൺ വോയിസിൽ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറെ നാളായി. അത് കാരണം കുറച്ച് സംസാരിക്കുന്നതിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യാണ്ട് വിട്ടാൽ മതി. പിന്നെ ഞാൻ നമ്മുടെ ചാനലിലൊരു കുറേ ആയിട്ട് ഞാൻ നിങ്ങളുടെ കമന്റ് എല്ലാവരും ഇടുന്ന കമന്റ് കാണുന്നുണ്ട്. ഒരു കമന്റ് പോലും മിസ് ചെയ്യാണ്ട് ഞാൻ വായിക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്നതിനൊക്കെ റിപ്ലൈ തരുന്നുണ്ട്. ഇതില് എന്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ ഈ കുർത്തി സെറ്റ് ഒക്കെ ഇടുമ്പോൾ അതിന്റെ ലെങ്ത് ഒക്കെ അറിയാനായിരിക്കും. എനിക്ക് ഭയങ്കര ഹൈറ്റ് ഇല്ലാത്ത ആളാണ്. ഒരു 150 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം കുറഞ്ഞു 50, 49, 50 അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറയാൻ വന്നത് ഗീവ് അവേയുടെ കാര്യമാണ്. ഞാൻ കുറച്ച് നമ്മുടെ ചാനലിൽ ഇതുവരെ ഒരു ഗീവ് അവേ ഞാൻ തന്നിട്ടില്ല. നിങ്ങളുടെ കമന്റ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഗീവ് അവേനെ പറ്റി വലിയ ഐഡിയ ഇല്ല. എനിക്കറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും തരണം, നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് സന്തോഷം. പക്ഷെ ആൾക്കാരെ എങ്ങനെ പിക്ക് ചെയ്യണം, കമന്റ് ചെയ്ത് പിക്ക് ചെയ്യണോ അതോ നമ്മളെ സ്ഥിരമായിട്ട് കമന്റ് ഇട്ട് എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വീഡിയോസ് കണ്ടിട്ട് അഡ്വൈസ് തരുന്നവരുണ്ട്, കുറ്റവും കുറവും എല്ലാം ഞാൻ കാണാറുണ്ട് കേട്ടോ നിങ്ങൾ ഇടുന്ന. അപ്പൊ എനിക്ക് ഒരു ഗീവ് അവേ തരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആദ്യം ഞാൻ ഓർത്തു ഇപ്പൊ ഒരു സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് എന്തെങ്കിലുമൊക്കെ കൊടുത്തു. പക്ഷെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയാണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന പോലത്തെ പ്രൊഡക്റ്റ് ആയിരിക്കണമെന്നില്ല. അപ്പൊ അത് ഓർത്ത് അതൊരു ബെസ്റ്റ് ഐഡിയ അല്ല. പിന്നെ ഓർത്ത് ഡ്രസ്സ് കൊടുത്താലോ. പക്ഷെ നിങ്ങൾ എല്ലാവരും കമന്റ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ സൈസ് ചിലപ്പോൾ എക്സൽ ഉള്ള ആൾക്കാർ സ്മോൾ, ചിലപ്പോൾ ഞാൻ അയക്കുന്നത് സ്മോൾ ആണെങ്കിൽ അതും അത്ര വർക്ക് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ ഓർത്തു ഓണമല്ലേ, അപ്പൊ ഓണത്തിന് ഒരു ഓണക്കോടി പോലെ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സാരി, അതായത് ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ്. ഞാൻ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ഇടാം. എന്തൊക്കെ സാരികളാണ് ഞാൻ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഒരു ഓണം കിറ്റ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സാരി, അതിനുള്ള ഓർണമെന്റ്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ടൊരു ഓണക്കോടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾക്ക് തരണമെന്ന്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഇപ്പൊ എന്നെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ഒരാൾക്ക് ഞാൻ അത് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഓർക്കണോ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും പിക്ക് ചെയ്തിട്ട് കൊടുക്കാന്ന്. അതെങ്ങനെയാണ് ആ ഒരാളെ ഞാൻ സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. എല്ലാം കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഈ ഓണത്തിനൊരു ഗീവ് അവേ ഞാൻ തരുന്നുണ്ട്. അതെങ്ങനെയാ സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതിൽ ഞാൻ കാണിച്ചേക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചോട്ടോ. പിന്നെ കുർത്തി സെറ്റ്സ് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഈ സാരി എന്നെ പോലെ ഈ സാരി ഉടുക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തവർക്ക് കുർത്തി സെറ്റുകൾ കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ഓണത്തിന് പറ്റിയത്. അതുകൊണ്ട് സ്കേർട്ട് അങ്ങനെ ഒരു സീരീസ് പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കുർത്തി സെറ്റ്സിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ബൈ.